ദേവസ്വം ബോർഡിന് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദേവസ്വം ബോർഡ് ഉണ്ട്, കമ്മീഷണറേറ്റും ഉണ്ട്. കമ്മീഷണറേറ്റ് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഇനി ആ ഉത്തരവ് ഞാനൊന്ന് വായിച്ചേക്കാം, അപ്പൊ മനസ്സിലാവും. അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഏതാനും ആവശ്യങ്ങൾ സംബന്ധിച്ച് അവർ സമർപ്പിച്ച നിവേദനം വിശദമായി പഠിച്ച് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുള്ള സൂചന 1 നമ്പർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ഭേദഗതികളോടെ പ്രസ്തുത റിപ്പോർട്ട് അംഗീകരിച്ച് ബോർഡ് ഉത്തരവായിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ആയതിന് പ്രകാരം അനുവദിച്ചതിന്റെ വിവരം താഴെ ചേർക്കുന്നു എന്ന് പറഞ്ഞ് കമ്മീഷണർ താഴോട്ട് അയക്കുന്നതാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തീരുമാനം സെക്രട്ടറി അയക്കുന്നത് പോലെ, ചീഫ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുത്ത് അയക്കുന്നത് പോലെയുള്ള, അതൊന്നും ഒരു ബാലിശമായ അഭിപ്രായമല്ലേ. ഇനി മറ്റൊന്ന്, ഈ ലോഹങ്ങൾ മറ്റൊന്ന് ലോഹങ്ങളാണ് ഇത്തരത്തിൽ ജഡാവസ്ഥയിൽ എത്തുന്നത്. അതായത് ഈ പുതുക്കി പണിയുമ്പോൾ വരുന്ന അവശിഷ്ടം ലോഹങ്ങളാണെങ്കിൽ അത് ആചാര്യന് നൽകുക, പാറയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം കല്ലാണെങ്കിൽ അത് പൊടിച്ച് നദിയിൽ ഒഴുക്കുക, ഇനി വുഡാണെങ്കിൽ മീൻസ് തടിയാണെങ്കിൽ അത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കുക, അതിൻ്റെ ഭസ്മം ഒഴുക്കുക. ഇങ്ങനെയാണ് കീഴ്വഴക്കം. ആ കീഴ്വഴക്കമാണ് താൻ പിൻപറ്റിയത് എന്നാണ് അജയ് തറയിൽ പറയുന്നത്, തൻ്റെ ദേവസ്വം ബോർഡ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, അത് റദ്ദാകുന്നതല്ലേ ഈ ഉത്തരവ്? ഞാൻ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്യാം. ഈ ലോഹം ആചാര്യനുള്ളതും മറ്റ് സാധനങ്ങൾ നശിപ്പിച്ചു കളയേണ്ടതും ആണ് എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? അതൊരാചാരമാണോ? അതൊരു കീഴ്വഴക്കമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോഹ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ മേൽക്കൂരയിലെ ഷീറ്റുകൾ മാറ്റിയാൽ ഷീറ്റ് വീട്ടിൽ കൊണ്ടുപോകാം പുതിയ ഷീറ്റ് ഇടുമ്പോൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം? കതക് മാറ്റുമ്പോൾ ആ കതക് വീട്ടിൽ കൊണ്ടുപോകാം പുതിയ കതക് വയ്ക്കുമ്പോൾ എന്നാണല്ലോ അർത്ഥം. മിക്കവാറും ക്ഷേത്രങ്ങളിൽ പറയുണ്ട്. പറ മീൻസ് കൊടിമരത്തിന്റെ പറ. 10 പറ 8 പറയുള്ളതുണ്ട്, 18 വരെയുള്ളത്. പറ അറിയാമല്ലോ. പറ ഇറക്കിയാണ് കൊടിമരം പൊക്കുന്നത്. ആ പറ മാറ്റിയിട്ട് പുതിയ പറ സ്ഥാപിക്കുകയും അത് സ്വർണം പൂശുകയും ചെയ്യാറുണ്ട്. സാധാരണ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ആ പറ ആചാര്യം കൊണ്ടുപോകുമോ പഴയ പറ? ഈ വാദത്തിൽ എന്താ മീനിങ്? ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ലേ. ആ സ്വത്ത് ആചാര്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കയിൽ വരുന്ന സാധനങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ? അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ ഉദ്ദേശമില്ല. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് അദ്ദേഹത്തിനോട് പേഴ്സണലായി ഒരു തർക്കവും ആ കാര്യത്തിൽ ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും എല്ലാം പഠിച്ചിട്ട് വരുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന വാദം ശരിയാണ്. പക്ഷേ തന്ത്രി സമുച്ചയത്തിലോ അതുപോലുള്ള സാധനങ്ങളിലൊന്നും, കുഴിക്കാട്ട് പച്ചയിലും ഒക്കെ ഉണ്ടെന്നൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതായി ഞാൻ കേട്ടറിഞ്ഞു. പക്ഷെ അത് ശരിയല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനി ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഈ വാസുദേവൻ ഭട്ടതിരിപ്പാടും കൂടെ ഉണ്ടായിരുന്ന തന്ത്രിമാരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ തന്ത്രിമാരിൽപ്പെട്ടവരാണ്. എന്തെങ്കിലും ഈ കാര്യത്തിൽ എൻ്റെ ഉത്തരവിറങ്ങിയിട്ട് 2012 അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവ് അദ്ദേഹത്തിന് മാർക്ക് ചെയ്തതായിട്ട് അതിൻ്റെ കോപ്പിയിലുണ്ട്. ഞാനിപ്പോൾ ബാക്കി സാധനങ്ങളിലൂടെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അദ്ദേഹം അഭിപ്രായ വ്യത്യാസം പറയാം. അദ്ദേഹം അതിനുശേഷം എത്രയോ കാര്യങ്ങളിൽ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ റീസെൻ്റായി വരെ. മാത്രമല്ല മറ്റൊരു തന്ത്രിമാരും അതിൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. ഇനി തന്ത്രി സമാജം മാത്രമല്ല, തന്ത്രി മണ്ഡലം അവിടെയുണ്ട്. രാധാകൃഷ്ണൻ പോറ്റിയായിരുന്നു അതിൻ്റെ ചെയർമാൻ ഈ കഴിഞ്ഞ മാസം വരെ. നിരന്തരമായി ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളും ഈ ഒരു തീരുമാനത്തിന്, ഈ ഉത്തരവിന് ഇതേവരെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അതൊരു എങ്ങനെങ്കിലും അതിലൊരു അവ്യക്തതയുണ്ട്. തീർച്ചയായും ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ആ ഉത്തരവിൽ ഒരു വ്യക്തത കുറവുമില്ല. ഒരു വ്യക്തത കുറവില്ല. തീർച്ചയായും കോൺഗ്രസ് വക്താവ് തൗഫീഖ് രാജനിലേക്ക്, കാരണം ആ ഉത്തരവ് കംപ്ലീറ്റ് ചെയ്യും. ശ്രീ രാജഗോപാലൻ നായർ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ആ ഉത്തരവ് ഈ ഒരു കാര്യത്തിന് മാത്രമുള്ള ഉത്തരവല്ല. അതിൽ ഏകദേശം 10-32 ഡിമാൻഡുകളുണ്ട്. ആ എല്ലാ ഡിമാൻഡുകളും 1 by 1 ആയിട്ട് അതിൻ്റെ മിനിറ്റ്സിൽ ചർച്ച ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഉത്തരവാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ ഓരോ ഡിമാൻഡും ചർച്ച ചെയ്തതായിട്ടും
അതിൽ ബോർഡിന്റെ നിലപാട് എന്താണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇത് ഏറ്റവും അവസാനത്തെ ഖണ്ഡികയിൽ വന്ന ഡിമാൻഡാണ്. ബാക്കി അതിന് മുമ്പുള്ളത് അവരുടെ പ്രധാനപ്പെട്ട വിഷമതകളാണ്. അതെല്ലാം ബോർഡ് അംഗീകരിച്ചു കൊടുത്തു. ഓക്കെ, വ്യക്തമാണ് സർ.